വയനാട് ജില്ലയിലെ പനമരം നെല്ലിയമ്പത്ത് ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്നൊരു കാപ്പിത്തോട്ടം. ആ കാപ്പിത്തോട്ടത്തിന് ഒത്ത നടുക്കായി ഇരുനില വീട്. കായിക അധ്യാപകനായിരുന്ന 75-കാരൻ കേശവനും 70-കാരിയായ ഭാര്യ പത്മാവതി മാത്രമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. സമയം ഏതാണ്ട് രാത്രി 8:30. പെട്ടെന്നാണ് തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുന്ന വീട്ടുകാർ ഭീതിതമായ ഭയാനകമായ ആ ഒരു അലർച്ച കേട്ടത്. രാത്രി സമയത്ത് എന്താണ് അവിടെ നിന്നും ഒരു അലർച്ച ഉണ്ടാകുന്നത്? പെട്ടെന്ന് തന്നെ അയൽവാസികൾക്ക് ആ വീട്ടിലേക്ക് ഓടിയെത്താൻ തുടങ്ങി. വീട്ടിൽ കയറിയവർ കണ്ടത് അതിദാരുണമായ ഒരു കാഴ്ചയായിരുന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കേശവൻ, ഗുരുതരമായി പരിക്കേറ്റ് തൊട്ടപ്പുറത്ത് ബോധരഹിതയായി കിടക്കുന്ന ഭാര്യ പത്മാവതി. പെട്ടെന്ന് തന്നെ പത്മാവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അല്പനേരത്തിന് ശേഷം അവരും മരണത്തിന് കീഴടങ്ങി. ആരായിരിക്കും ഈ കൂട്ടക്കൊലയ്ക്ക് അല്ലെങ്കിൽ ഈ ഇരട്ടക്കൊലയ്ക്ക് പിന്നിലുണ്ടായത്? മുഖംമൂടി ധരിച്ചെത്തിയ ആ കൊലയാളികൾ ആരാണ്? ആ ചോദ്യത്തിന് പിന്നാലെ കേരള പോലീസ് നടത്തിയ അന്വേഷണ യാത്ര ചുരുളഴിച്ചത് ഒരു മൊബൈൽ ഫോണായിരുന്നു. ആരും അറിയാതെ മറഞ്ഞിരുന്ന ആ കൊലയാളിയുടെ വില്ലനായ ഒരു മൊബൈൽ ഫോൺ. സ്വാഗതം ഫോക്കസ് ന്യൂസ് ടിവിയിലേക്ക്. പത്മാവതിയുടെ അലർച്ച കേട്ടാണ് നാട്ടുകാർ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. എന്നാൽ അവരെത്തും മുമ്പ് തന്നെ അക്രമിക സ്ഥലം വിട്ടിരുന്നു. മുഖംമൂടി ധരിച്ച ആളാണ് കൊലപാതകയെന്ന് പാതി ബോധത്തിൽ പത്മാവതി തന്നെയാണ് നാട്ടുകാരോട് പറഞ്ഞത്. പത്മാവതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാമെന്നാണ് നാട്ടുകാരും പോലീസുമെല്ലാം ആദ്യഘട്ടത്തിൽ കരുതിയത്. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ അവരും മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആരായിരിക്കും ആ രണ്ട് കൊലപാതകത്തിനും പിന്നിൽ? ഈ ചോദ്യം പോലീസിനെ വല്ലാതെ കുഴക്കി. കേശവനും ഭാര്യ പത്മാവതിയും നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെടായിരുന്നു. ഇവരെല്ലാം എപ്പോഴും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന, സൗമ്യമായി സംസാരിക്കുന്ന, നാട്ടുകാർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. ഇവർക്ക് പറയത്തക്ക ശത്രുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. കായിക അധ്യാപകനായ കേശവൻ മാഷിനോട് വിദ്യാർത്ഥികൾക്കും വളരെ ബഹുമാനമായിരുന്നു. സ്ഥലത്തെ പ്രധാന പരിപാടികളിലെല്ലാം അദ്ദേഹത്തിന് പ്രഥമ സ്ഥാനം തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. കോവിഡ് വന്നതോടെ പുറത്തു പോലും ഇറങ്ങാൻ അദ്ദേഹം കൂട്ടാക്കിയിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ മോഷണ ശ്രമത്തിനിടയിലായിരിക്കും കൊലപാതകമെന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ സംശയിച്ചു. അങ്ങനെ തന്നെ അന്വേഷണവും നീണ്ടു. പക്ഷേ ആദ്യഘട്ടം മുതൽ തന്നെ കേസിൽ ഒരു അടിമുടി ദുരൂഹതയുണ്ടായിരുന്നു. മോഷണ ശ്രമത്തിനിടയിലാണ് കൊലപാതകമെങ്കിൽ ആ വീട്ടിലെ സ്വർണവും പണവും എല്ലാം കവർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? പക്ഷെ അവിടെ നിന്ന് വിലപ്പെട്ടതൊന്നും തന്നെ കളവ് പോയിരുന്നില്ല. മാത്രവുമല്ല, കൊല്ലപ്പെട്ട പത്മാവതിയുടെ ദേഹത്തുള്ള ആഭരണങ്ങളും അതുപോലെ ഉണ്ടായിരുന്നു. അതും മോഷ്ടിക്കപ്പെട്ടിട്ടില്ല. കൊലപാതകം നടന്ന സമയത്ത് വീടിൻ്റെ മുൻവാതിൽ തുറന്നു കിടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കില്ലേ കൊലപാതകി? കേശവനോ പത്മാവതിയോ തന്നെ ആയിരിക്കില്ലേ അയാൾക്ക് ആ വീടിൻ്റെ മുൻവാതിൽ തുറന്നു കൊടുത്തതും? കൊലപാതകി മുൻവാതിലൂടെ ആയിരിക്കുമോ വീടിനുള്ളിൽ കയറിയിരിക്കുക? അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജനലിൻ്റെ രണ്ടഴികൾ എടുത്തു മാറ്റിയത്? അങ്ങനെ പോലീസിൻ്റെ സംശയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. കൊലപാതകം നടന്നത് കോവിഡ് കാലത്തായിരുന്നു. ലോക്ക്ഡൗൺ ആയതിനാൽ തന്നെ പ്രതികൾ ജില്ല വിട്ടുപോകാൻ സാധ്യതയില്ലെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ പ്രതിക്കായി അവർ അന്വേഷണം ഊർജിതമാക്കി. മാനന്തവാടി DSP AP ചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം 10ഓളം ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം നടത്തിയത്. സംഭവം നടന്ന വീടിൻ്റെ പരിസരം അവർ വിശദമായി പരിശോധിച്ചു. കൊലയാളി അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് ബാക്കി വച്ചിരിക്കുമെന്ന് പോലീസും സംശയിച്ചു. അങ്ങനെ സംഭവം നടന്ന വീടും പരിസരവും, തൊട്ടടുത്തുള്ള കൃഷിയിടവും, കുളവും, വയലുകളും, പുഴകളും തുടങ്ങി വീടിൻ്റെ 1.5 കിലോമീറ്റർ ചുറ്റളവുള്ള എല്ലായിടങ്ങളും പോലീസ് അരിച്ചു പറക്കി. എന്നാൽ തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ അതിസമർത്ഥമായിരുന്നു പ്രതി മുങ്ങിയത്. 2 പേരായിരിക്കും കൊലപാതകത്തിന് പിന്നിൽ. ഇതായിരുന്നു പോലീസിൻ്റെ ആദ്യ നിഗമനം. 2 പേർക്കും കുത്തുകിട്ടിയ രീതി നോക്കുമ്പോൾ ഒരു ഇടംകയ്യനാണ് അവരെ കുത്തിയതെന്നും പോലീസിന് മനസ്സിലായി. അങ്ങനെ ആ ഇടംകയ്യനെ കണ്ടെത്താനായി പോലീസ് വല വിരിച്ചു തന്നെ നടന്നു. കേശവൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ആരോ ആയിരിക്കും കൊലപാതകമെന്ന് പോലീസിന് ഏറെക്കുറെ സംശയമുണ്ടായിരുന്നു. കൊലപാതകം നടന്ന സമയത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതിനാലും കൊലപാതകം നടന്ന ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചതുകൊണ്ടും പ്രതി രക്ഷപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിന് സമീപവാസികളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ആ രീതിയിലായിരുന്നു അന്വേഷണവും പുരോഗമിച്ചത്. സംഭവശേഷം കടന്നു കളഞ്ഞ പ്രതി വീട്ടിലോ പരിസരത്തോ കാര്യമായ തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ പോയതിനാൽ കരുതിക്കുട്ടിയുള്ള കൊലപാതകം തന്നെയായിരുന്നു ഇതെന്ന് പിന്നാലെ പോലീസ് ഉറപ്പിച്ച് വിശ്വസിച്ചു. അങ്ങനെ കുടുംബത്തിലുള്ളവരെയും ബന്ധുക്കളെയും കേശവൻ്റെ വീട്ടിൽ തൊഴിലെടുത്തവരെയും കവുങ്ങിന് മരുന്നടിക്കാൻ എത്തിയവരെ പോലും നാട്ടുകാരിൽ ചിലരെ അടക്കം പോലീസ് ചോദ്യം ചെയ്തു. അതിനിടെ സംഭവം നടന്ന വീടിനടുത്ത് നിന്ന് രക്തക്കറ പുരണ്ട തുണിയുടെയും ഭാഗവും അവനൊപ്പം തന്നെ ഒരു സിഗരറ്റ് കവറും പോലീസിന് ലഭിച്ചു.
5 ലക്ഷത്തോളം മൊബൈൽ ഫോൺ കോളുകളുടെ സമീപ പ്രദേശങ്ങളിലടക്കം 150 CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. ഇതെല്ലാം പോലീസ് പരിശോധിക്കുമ്പോഴും അതിൽ നിന്ന് പോലും ഒരു തുമ്പും കിട്ടുന്നില്ല. അവസാനം കൊലപാതകം നടന്ന് 98ാം ദിവസം പോലീസ് പ്രതിയെ പിടികൂടി. കേശവൻ്റെയും പത്മാവതിയുടെയും അയൽവാസി അർജുൻ. കേശവൻ നായരുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അർജുൻ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പം മുതൽ അർജുന് ഈ വീടുമായി വലിയ അടുപ്പമുണ്ടായിരുന്നു. 13 വർഷം മുമ്പാണ് അർജുൻ്റെ അച്ഛൻ MB ബാബു കലിങ്ങിൽ നിന്ന് വീണ് മരിച്ചത്. മാനസികമായി തകർന്ന അമ്മ ഇന്ദിരയും പിന്നീട് മരണപ്പെട്ടു. ഇതോടുകൂടി അർജുനും സഹോദരനും ഒരു വീട്ടിൽ തനിച്ചായി. പിന്നീട് അങ്ങോട്ട് കോളനിക്കാരുടെയും കേശവൻ്റെയും പത്മാവതിയുടെ എല്ലാം കരുതലിലാണ് അവർ വളർന്നു വന്നത്. ഹോട്ടൽ മാനേജ്മെൻറ്റ് അടക്കമുള്ള പഠനം കഴിഞ്ഞ് ബംഗളൂരുവിലും ചെന്നൈയിലും ഹോട്ടലുകളിലും റിസോർട്ടുകളിലുമൊക്കെ അർജുൻ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. ലോക്ക്ഡൗൺ സമയത്താണ് അർജുൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ജോലി നഷ്ടപ്പെട്ടതോടെ അർജുൻ മാനസികമായും ശാരീരികമായും തളർന്നു. പിന്നീട് ജോലി അന്വേഷിച്ച് പലയിടത്തും നടന്നു. സമീപ പ്രദേശങ്ങളിൽ മറ്റൊരു തൊഴിലാളിയോടൊപ്പം കാട് വെട്ടുന്ന ജോലിയും ആ സമയത്ത് അർജുൻ ചെയ്തുകൊണ്ടേയിരുന്നു. കയ്യിൽ പണമില്ലാതെ വന്നതോടെ അർജുൻ മോഷണത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. ജോലി പോയ സമയത്ത് കേശവൻ നായരുടെ പത്മാലയം വീട്ടിലും അർജുൻ ഇടയ്ക്ക് ജോലിക്കെത്തുകയും ചെയ്തിരുന്നു. ഈ സമയത്താണ് ഇവിടെ തന്നെ കയറി മോഷ്ടിക്കാമെന്ന ചിന്ത അർജുന് വന്നത്. പിന്നാലെ മോഷണം നടത്താനായി അർജുൻ പദ്ധതിയും തയ്യാറാക്കി. അങ്ങനെ 2021 ജൂൺ മാസം 10-ാം തീയതി രാത്രിയോടെയാണ് അർജുൻ പത്മാലയം വീട്ടിലേക്ക് എത്തുന്നത്. വീടിൻ്റെ പിൻഭാഗത്തെ ജനലിൻ്റെ 2 അഴികൾ പൊളിച്ചു നീക്കി അകത്ത് കയറാനാണ് ആദ്യം അവൻ ശ്രമിച്ചത്. അഴികൾ പൊളിച്ചു മാറ്റി ജനലിലൂടെ തലയിട്ട് നോക്കിയപ്പോൾ അകത്തെ വെളിച്ചത്തിലൂടെ കേശവൻ നായർ TV കാണുന്നത് അർജുൻ കാണുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ശ്രമങ്ങൾ ആദ്യം അങ്ങ് ഒഴിവാക്കി. പിന്നീട് അർജുൻ വീടിൻ്റെ മുൻഭാഗത്തെത്തി വാതിൽ മുട്ടി. എന്നിട്ട് അവിടെ ഒളിച്ചു നിന്നു. വാതിൽ മുട്ടുന്നത് കേട്ട് കേശവൻ നായർ വാതിൽ തുറന്നെങ്കിലും ആരെയും പുറത്തും കണ്ടില്ല. ആരെങ്കിലും അവിടെ ഉണ്ടോയെന്ന് നോക്കാനായി കേശവൻ നായർ മുറ്റത്തേക്ക് ഇറങ്ങിയ തക്കം നോക്കി അർജുൻ വീടിനകത്തേക്ക് കയറി ഒളിച്ചു നിന്നു. ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് മാറുന്നതിനിടെ അവൻ്റെ കൈ തട്ടി അവിടെ ഉണ്ടായിരുന്നൊരു പാത്രം താഴെ വീണു. ഒച്ചക്കെട്ട് കേശവൻ നായർ എത്തിയപ്പോൾ പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുന്ന അർജുനെയാണ് അദ്ദേഹം കണ്ടത്. രക്ഷപ്പെടാനായി കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് അർജുൻ കേശവൻ നായരെ കുത്തി. ശബ്ദം കേട്ട് തടയാനെത്തിയ പത്മാവതിക്കും കുത്തേറ്റു. ഇരുവരും മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ മോഷണ ശ്രമം ഉപേക്ഷിച്ച് അർജുൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. കേശവൻ നായരും പത്മാവതിയും സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ഈ പറഞ്ഞ കൊലയാളിയായ അർജുനെ കണ്ടിരുന്നത്. ആ ചെറുപ്പക്കാരനാണ് ആ ദമ്പതികളെ വകവരുത്തതെന്ന് വിശ്വസിക്കാൻ കേട്ടവർക്ക് ആർക്കും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അർജുൻ നിരപരാധിയാണെന്ന് പല നാട്ടുകാരും ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ശാസ്ത്രീയ തെളിവുകളും വിശദമായ ചോദ്യം ചെയ്യലിൻ്റെയും ഒടുവിൽ സത്യങ്ങളെല്ലാം തെളിഞ്ഞു വന്നു. കേസിൽ 2000-ത്തിലധികം പേരുടെ വിരലടയാളങ്ങളാണ് പോലീസ് വിശദമായി പരിശോധിച്ചത്. അയൽവാസികളെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും സംശയമുള്ള മറ്റുള്ളവരെല്ലാം പോലീസ് പലവട്ടം ചോദ്യം ചെയ്തു. ഇതിനിടയിലാണ് പോലീസ് അർജുനെയും സംശയത്തിൻ്റെ പേരിൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചവരിൽ ഒരാൾ തൻ്റെ മൊബൈൽ ഫോൺ അടുത്തിടെ കളവ് പോയെന്ന് പോലീസിനോട് മൊഴി നൽകിയിരുന്നു. ഇതാണ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവായി മാറുന്നത്. കളവ് പോയ ആ മൊബൈൽ ഫോൺ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ പോലീസ് ആ ഫോണിൽ അർജുൻ തൻ്റെ സ്വന്തം സിം കാർഡിട്ട് വിളിച്ചതായി മനസ്സിലാക്കുകയും ചെയ്തു. ഇതോടെ ആദ്യം സംശയത്തിൻ്റെ പേരിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ച അർജുനെ പിന്നീട് വിശദമായി ചോദ്യം ചെയ്യാനായി പോലീസ് വീണ്ടും വിളിച്ചു. ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചപ്പോൾ പിടി വീഴുമെന്ന് ഉറപ്പായതോടെ മാനന്തവാടി DSP ഓഫീസിൽ വെച്ച് കയ്യിൽ കരുതിയ എലിവിഷം കഴിച്ച് ജീവനൊടുക്കാനും അർജുൻ ശ്രമിച്ചു. എന്നാൽ പോലീസിൻ്റെ സംയോജിതമായ ഇടപെടൽ കാരണം ആ ശ്രമം അമ്പെ പരാജയപ്പെട്ടു. പ്രതി അർജുൻ തന്നെയാണെന്ന സൂചനകൾ ലഭിച്ചെങ്കിലും കൂടുതൽ ശക്തമായ തെളിവുകൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അതിനിടെ അർജുൻ നിരപരാധിയാണെന്നും കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്നുള്ള വാദങ്ങളും നാട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വരെ അന്ന് ഉയർന്നു വന്നു. എന്നാൽ വീട്ടിൽ നിന്നും പരിസരത്തു നിന്ന് ലഭിച്ച വിരലടയാളവും രക്തക്കറ പുരണ്ട തുണിക്കഷ്ണവും സിഗരറ്റ് കുറ്റിയും പരിശോധനയ്ക്ക് അയച്ചതിൽ നിന്നും പ്രതി അർജുൻ തന്നെയാണെന്ന് അന്വേഷണ സംഘം പൂർണ്ണമായും ഉറപ്പിച്ചു. വയോധിക ദമ്പതികളെ കുത്തിയത് ഒരു ഇടംകൈയ്യനാകാനാണ് സാധ്യതയെന്ന് ആദ്യഘട്ടം മുതൽ പോലീസ് വലിയ സംശയമുണ്ടായിരുന്നു. കൊലപാതകയായ അർജുനും ഒരു ഇടംകൈയ്യനായിരുന്നു. കേസ് അന്വേഷണത്തിൽ അർജുനെതിരെ സ്വന്തം ചേട്ടൻ്റെ മൊഴികളും ഏറെ നിർണായകമായിരുന്നു. കൊലപാതകം നടന്ന ദിവസം രാത്രി അർജുൻ വീട്ടിലെത്തി രക്തക്കറ പുരണ്ട കത്തി കഴുകുന്നത് കണ്ടതായും ആ കത്തി തങ്ങളുടെ വീട്ടിലുള്ളതാണെന്നും ജ്യേഷ്ഠൻ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തവുമായിരുന്നു.
ഫോറൻസിക് പരിശോധനയിൽ കത്തിയുടെ പിടിയോട് ചേർന്നുള്ള രക്തക്കറ കേശവന്റെ അതേ ബ്ലഡ് ഗ്രൂപ്പാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. തെളിവെടുപ്പിൽ കണ്ടെത്തിയ അർജുൻ്റെ വസ്ത്രത്തിലും രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസും കണ്ടെത്തി. പരിശോധനയിൽ കേശവന്റെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള അതേ രക്തം തന്നെയാണ് അർജുൻ്റെ വസ്ത്രത്തിലും ഉണ്ടായിരുന്നെന്നും തെളിയുകയും ചെയ്തു. വസ്ത്രത്തിൽ ഈ രക്തം എങ്ങനെ വന്നെന്ന ചോദ്യത്തിന് അർജുൻ മറുപടിയൊന്നും പറഞ്ഞതുമില്ല. ഇവയെല്ലാം അർജുൻ അന്ന് രാത്രി കേശവന്റെ വീട്ടിൽ പോയി എന്നതിനുള്ള കൃത്യമായ തെളിവായി കോടതി സ്ഥിരീകരിക്കുകയും ചെയ്തു. കേസിൽ 2021 സെപ്റ്റംബർ 17 പ്രതിയായ അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് നടന്ന ദീർഘമായ വിചാരണയ്ക്കൊടുവിൽ 2024 ഏപ്രിൽ 24 വയനാട് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി അർജുനെ കുറ്റക്കാരനായി വിധിച്ചു. അതിന് പിന്നാലെ പ്രതിക്ക് വധശിക്ഷയും വിധിച്ചു. നിങ്ങളുടെ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും മരണം വരെ തൂക്കിലേറ്റാൻ വിധിക്കുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നെല്ലിയമ്പ കേസിലെ ആ വിധി അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ്, അതായത് 2ാം ജഡ്ജ് SK അനിൽകുമാർ വായിച്ചു കേൾപ്പിച്ചത്. ഭവനഭേദനത്തിനും തെളിവ് നശിപ്പിച്ചതിനുള്ള ശിക്ഷാവിധികളും കോടതി വായിച്ചു കേൾപ്പിച്ചു. വെറും 2 മിനിറ്റ് കൊണ്ടാണ് ആ ശിക്ഷാവിധി വായിച്ചു തീർത്തത്. തൂക്കുമരമാണ് ശിക്ഷ എന്ന് കേട്ടിട്ടും കോടതി മുറിയിലെ പ്രതിക്കൂട്ടിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ നിൽക്കുകയായിരുന്നു പ്രതിയായ അർജുൻ. സ്നേഹവും കരുതലോടെയുള്ള തണലും നൽകിയ പ്രായമായ 2 മനുഷ്യരെ കേവലം പണത്തിന് വേണ്ടി ക്രൂരമായി കൊലപ്പെടുത്തിയ ആ ചെറുപ്പക്കാരന് നിയമ സംവിധാനം അർഹിച്ച ശിക്ഷ തന്നെയാണ് ഒടുവിൽ നൽകിയത്.